നമ്മളിപ്പോ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യം എന്താണെന്ന് അറിയോ? നമുക്ക് 1 കിലോ ബീഫാണ് ആവശ്യം. അപ്പൊ 1 കിലോ ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു പാത്രത്തിൽ നമ്മളത് ഇടുന്നു. ഇതിൽ 2 ടേബിൾ സ്പൂണേ ഉപ്പ് ഇടാട്ടോ. എന്തേലും. അടുത്തത് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പൊടി ആട്ടോ. മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയെ. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ എടുക്കാട്ടോ. ഇനി മല്ലിപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ വേണം കേട്ടോ. ഇനി നമുക്ക് ഗരം മസാല ഇടാം കേട്ടോ. അത് 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി കേട്ടോ. നമുക്ക് നാരങ്ങ നീര് കുറച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് തൈര് ഒരു 4 ടീസ്പൂൺ ഉണ്ട്. 2, 3, 4 ടീസ്പൂൺ തൈര്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ബിരിയാണി മസാലയും കൂടെ നമുക്ക് ചേർക്കാം. 5 പച്ചമുളകും 12 വെളുത്തുള്ളിയും കഷ്ണ ഇഞ്ചി ഇത് നമ്മൾ ഒന്ന് ഇടിച്ച് ചതച്ചുള്ള സാധനം. അപ്പൊ അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കൊരു കഷ്ണം തക്കാളി അത് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ഇത് ചേർക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാം. ഓക്കെ, അപ്പോഴാണ് ഇതിന്റെ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതിൽ കൂട്ടിപ്പിടിച്ച് ഇളക്കല്ലേ. അപ്പൊ നമ്മൾ ആ സാധനം ഇളക്കിയ സാധനേ നമ്മൾ ഒരു ഫ്രിഡ്ജില് മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കും. അപ്പൊ അതൊന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് വേറെ പരിപാടികളുണ്ട്. അരിയൊക്കെ കിട്ടും, അതും നമുക്ക് കഴുകാം. അപ്പൊ നമുക്ക് 3 കപ്പ് അരി എടുക്കാം. ഞാൻ നല്ല കായമയുടെ അരിയാണ് എടുക്കുന്നത്. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം. അപ്പൊ ഗൈസ് നമുക്ക് അരിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. കല സൗണ്ട് നമുക്ക് പുറത്തായിട്ട് അടുപ്പുള്ളത്. അപ്പൊ അങ്ങോട്ട് പോവാം. അമ്മയും മോളും കൂടെ അവിടെ നിന്നിട്ട് പുകയ്ക്കുണ്ട്. വേഗം ഒന്ന് കത്തിക്കോ, നമുക്ക് ബിരിയാണി വെക്കണ്ടേ. അപ്പൊ നമ്മള് ഇത് വെക്കണ്ട. അപ്പൊ ഇന്നത്തെ പരിപാടി അപ്പൊ നമ്മള് ബീഫ് നമ്മള് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇനി കുറച്ചു നേരം ഒന്ന് വെന്ത് അതിന്റെ മസാല പരുവൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം. അത് അപ്പോഴേക്കും നമുക്ക് ഇവിടെ വേറെ അടുപ്പ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഈ അടുപ്പിൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക്. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാട്ടോ. അപ്പോൾ നമുക്കിതിൽ അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 5 സവാള ഉണ്ടല്ലോ, അത് നമുക്ക് അതിലിടാം കേട്ടോ. നന്നായിട്ട് ഇളക്കുക. ഇതാണ് രാഹുലിന്റെ കരി പുരണ്ട ജീവിതം. എത്രയോ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു പയ്യൻ ആണിത്. അവന്റെ ജീവിതം ഇങ്ങനെയാക്കിയത് ആര്? ഈ ഉള്ളിയിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഇട്ട ഉള്ളിയില്ലേ, അത് നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വറുത്തിട്ട് നമുക്കിത് കോരി മാറ്റാം. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നമുക്ക് അതിന്റെ മസാലയുടെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട അങ്ങനെ ആവശ്യത്തിന് അത് നമുക്ക് ഇടാം കേട്ടോ. നല്ല ഇളക്കി കൊടുത്ത് 10 ഏലക്കും 10 ഗ്രാമ്പൂ, പിന്നെ ഒരു 3 കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരു ഇലയും, പിന്നെ ഒരു ജാതിപത്രിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ബിരിയാണിക്ക് വേണ്ട വെള്ളം നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിതിൽ 5 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിക്കുന്നത് കേട്ടോ. 3.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം, അങ്ങനെ ആ രീതിയിലാണ് ഞാൻ ഒഴിക്കുന്നത്. എന്താവോ എന്തോ. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ നീര് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് 2.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. 1. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളേൻ്റെ ഇതാണ് കേട്ടോ. ഇതിന് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നേരത്തെ വെച്ച ബീഫിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇപ്പോൾ ലേശം വെന്ത പരുവായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് വെന്തോന്നുള്ളതും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം, എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ നമുക്കിതിൽ അരി വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം.
പ്രത്യുട്ടമാവ് വന്നിട്ടാ അവനെന്താ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ വേണ്ടി വന്നിരിക്കാണ്. പ്രത്യുട്ടാ അച്ചോ അവ അതിലേക്ക് തന്നെ നോക്കണം കേട്ടോ, നല്ല മണം വരുന്നുണ്ടല്ലോ. അപ്പോഴേ നമുക്ക് ഏകദേശം ബീഫും കാര്യങ്ങളൊക്കെ അരിയൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദം ചെയ്തിട്ട് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊരിച്ച വെച്ച ആ സവാള ഉണ്ടല്ലോ അതിന്റെ ഒരു മുക്കാ ഭാഗം നമുക്ക് ഇതിലേക്ക് ഇതില് ദമ്മ് സെറ്റ് ആവുമോ? അപ്പൊ നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാട്ടാ. നമ്മള് നേരത്തെ വെച്ച ബീഫേ ഒരു 2 മിനിറ്റ് എങ്കിലും ഒന്ന് സെറ്റ് ആയിട്ട് വേവണം. എന്നിട്ട് വേണം നമുക്ക് ഇതിന്റെ പരിപാടി ചെയ്യാനായിട്ട്. നമ്മൾ ഇതിലേക്ക് അരി ഇടാൻ പോകട്ടോ, അരി സെറ്റ് ആക്കാൻ പോവാണേ. അരി നമ്മള് വെതറിനേ ഉള്ളൂ, അമർത്തണില്ല കേട്ടോ. ഉള്ളിയും കൂടെ ഇട്ടിട്ട് സെറ്റാക്കാം. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്തേ നമുക്ക് മല്ലിയിലയും കാര്യങ്ങളൊക്കെ ബാക്കി വന്നതൊക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇനി ബാക്കി വന്ന ഉള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്ത് സെറ്റ് ചെയ്യണേ. നമുക്ക് ബിരിയാണി കഴിക്കാം. ബിരിയാണി ഒക്കെ ഏകദേശം റെഡി ആയിട്ട് കേട്ടോ. അച്ഛന്റെ പ്രിപ്പറേഷൻ ആണ്, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. പിറന്നാൾ ദിവസം തന്നെ ഭാര്യയ്ക്ക് വയറിളകാനുള്ള മരുന്ന് കൊടുത്ത ഭർത്താവിന് നീണ്ടത്. അപ്പൊ ഗായ്സ്, അപ്പൊ ഫൈനലി നമ്മള് ദമ്മൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അത്ര മതി, അതിൻ്റെ ഉള്ളിൽ സംഭവം സെറ്റാവും. അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ ചൂടോട് കൂടി എടുക്കുക തിന്നുക പരിപാടി. അപ്പൊ അത്ര ഉള്ളു ഗായ്സ്. ഇനി ദമ്മ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൊട്ടിക്കണ നേരത്ത് കാണാട്ടാ ഗായ്സ്. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ ദമ്മ് പൊട്ടിച്ച് നമുക്ക് സംഭവം ബിരിയാണി ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഉള്ളിൽ കൊണ്ടായിട്ട് സെറ്റ് ആക്കാം. അപ്പൊ നമ്മളെ ദമ്മ് പൊട്ടിക്കാൻ പോകട്ടോ. എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല, അതിന്റെ മണൊക്കെ ഇങ്ങനെ അടിച്ച് പെരുത്ത് കേറുന്നുണ്ട്. സെറ്റ്, നല്ല മണം, അടിപൊളിയായിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഞാൻ അതിന്റെ മുന്നേ ഒന്ന് സെർവ് ചെയ്യണം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ട് നമ്മൾ എടുക്കാട്ടാ. അപ്പോ ബിരിയാണി സെറ്റായി, നമുക്ക് വിളമ്പി കഴിക്കാം. കറക്റ്റ് ടൈമിന് തന്നെ കറണ്ട് പോയിട്ടാ, അത് വല്ലാത്തൊരു ചതിയായി. ഇതെന്താ എന്റേത് മാത്രം തിരിച്ചിട്ടേക്കണം? എന്റേതാണ് ഏത്? ഇതെന്താ? അത് ഞാൻ എന്ത് വള കുമാരനോ? ആർക്കറിയാം, കൈയിട്ട് വരാനായിരിക്കും. അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് എന്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരാം. സാലഡ് വളമ്പ. ഇനി നമുക്ക് പപ്പടം. ഇനി നമുക്ക് ബിരിയാണി. വിളമ്പി തരുന്നത് ഫുള്ളും കഴിഞ്ഞാട്ടോ, ബാക്കി വെക്കാനേ പാടില്ല. അപ്പൊ നമ്മള് കഴിക്കാൻ പോകട്ടെ. എങ്ങനെയുണ്ടെന്ന് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ഒരാൾ പറയട്ടെ. തോണി കഴിക്കൂ, കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയൂ.